ഒരു ദിവസം സന്ധ്യയ്ക്ക് കാട്ടിൽ നിന്നും സൂത്രക്കാരനായ കുറുക്കൻ ഭക്ഷണം അന്വേഷിച്ച് നാട്ടിലേക്ക് ഇറങ്ങി. അവൻ നടന്ന് നടന്ന് ഒരു കോഴിക്കൂടിനടുത്തെത്തി. കൂടിനുള്ളിൽ ഒരു പൂവൻ കോഴി ഉറങ്ങാൻ തുടങ്ങുകയായിരുന്നു. കുറുക്കൻ കോഴിക്കൂടിന് താഴെ നിന്നുകൊണ്ട് ഓർത്തു, കോഴിയെ എങ്ങനെയെങ്കിലും താഴെ എത്തിക്കുകയാണെങ്കിൽ അവനെ പിടിച്ചു തിന്ന് വിശപ്പകറ്റാം. അതിനായി അവൻ ഒരു സൂത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അവൻ കോഴിയോട് പറഞ്ഞു, നീ അറിഞ്ഞോ സന്തോഷവാർത്ത? കുറുക്കനെ കണ്ട് കോഴിക്ക് പേടി തോന്നിയിരുന്നു. എങ്കിലും അവൻ ചോദിച്ചു, എന്ത് സന്തോഷവാർത്ത? എൻ്റെയും നിന്റെയും വംശത്തിലുള്ളവരും മറ്റുള്ള മൃഗങ്ങളുമെല്ലാം ചേർന്ന് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി മുതൽ എല്ലാവരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മറന്ന് സുഹൃത്തുക്കളായി ജീവിക്കുവാനാണ് തീരുമാനം. അതുകൊണ്ട് ഇനി നമ്മളും സുഹൃത്തുക്കളാണ്. ഈ സന്തോഷം പങ്കുവെക്കാനായി എനിക്ക് നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട്. നീ ഒന്ന് താഴെ വന്നിരുന്നെങ്കിൽ എനിക്ക് നിന്നെ കെട്ടിപ്പിടിക്കാമായിരുന്നു. കുറുക്കൻ സൂത്രശാലിയാണെന്ന് കോഴിക്ക് അറിയാമായിരുന്നു. കോഴി പറഞ്ഞു, ശരിയാണല്ലോ, ഇത് നല്ല സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ്. എന്നിട്ട് കോഴി കുറച്ചകലെയുള്ള വഴിയിലേക്ക് എത്തി നോക്കുന്നതായി ഭാവിച്ചു. ഇത് കണ്ട കുറുക്കൻ ചോദിച്ചു, നീ എന്താണ് നോക്കുന്നത്? ഇത് കേട്ട കോഴി പറഞ്ഞു, ഏതാനും വേട്ടപ്പട്ടികൾ ഈ വഴി വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ സന്തോഷവാർത്ത അവരും കേട്ടിട്ടുണ്ടാകും. അവരും നിന്നെ കെട്ടിപ്പിടിക്കാനായിരിക്കും വരുന്നത്. വേട്ടപ്പട്ടികൾ എന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി കുറുക്കൻ ജീവനും കൊണ്ട് ഓടി. ഇത് കണ്ട കോഴി ചോദിച്ചു, നിൽക്കൂ, നീ എന്തിനാണ് ഓടുന്നത്? നീ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വേട്ടപ്പട്ടികളും കുറുക്കന്മാരും ഇപ്പോൾ സുഹൃത്തുക്കൾ തന്നെയാണ്. അതെ അതെ, ശരിയാണ്. പക്ഷേ അവർ ചിലപ്പോൾ ഈ വാർത്ത കേട്ടിട്ടുണ്ടാകില്ല. മാത്രവുമല്ല, എനിക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഞാൻ അതിനെപ്പറ്റി മറന്നുപോയതാണ്. കാട്ടിലേക്ക് ഓടുന്നതിനിടയിൽ കുറുക്കൻ വിളിച്ചു പറഞ്ഞു. തൻ്റെ സൂത്രം ഭരിച്ച സന്തോഷത്തിൽ കോഴി പുഞ്ചിരിച്ചു. അവൻ സമാധാനത്തോടെ കൂട്ടിനുള്ളിൽ ഉറങ്ങാൻ കിടന്നു. പിന്നീടൊരിക്കലും കുറുക്കൻ്റെ ശല്യമുണ്ടായില്ല.